പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജയില് നമ്മൾ ചൊല്ലാനുള്ള ഒരു ദിക്ർ ഏതെന്നറിയുമോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ദിക്റിന് വല്ലാത്ത മഹത്വമാണ്, വല്ലാത്ത സന്തോഷമാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഈ ദിക്റിന് വല്ലാത്ത അത്ഭുതങ്ങൾ അല്ലാഹു തരും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. എന്റെ കൂടെന്ന് ചൊല്ല്, റബ്ബനാ. എല്ലാവരും റബ്ബനാ 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 റബ്ബനാ. اللهم انقول اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. എല്ലാവരും ഒന്ന് ചൊല്ല്, റബ്ബനാ റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. നമ്മളിങ്ങനെ നല്ലതുപോലെ ചൊല്ലിയാൽ അസർ നിസ്കാരത്തിന് മുമ്പ് മഗ്രിബിന്റെ മുമ്പായി നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ഖുർആനിന്റെ ഒരായത്ത് ചൊല്ലാൻ പറ്റോ അത്രത്തോളം പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. ഈ ഒരൊറ്റ ആയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റോ അത്രത്തോളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് പല ആളുകളും പല പല മേഖലകളിൽ പലരും പല പല തിരക്കിലാണ്. എന്നാലും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. രണ്ടാമത്തെ ദുആ ഏതെന്നറിയുമോ? രണ്ടാമത്തെ ദുആ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചൊല്ലിക്കോ ഒന്നുകൂടെ. റബ്ബനാ ലാ തുസിഉ ഖുലൂബന കഴിഞ്ഞു. ആ നമ്മൾ ചൊല്ലണം, എത്ര ചൊല്ലിയാലും കുഴപ്പമില്ല. രണ്ടാമത്തതോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പരിശുദ്ധമായ ഈ ഒരായത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും കണ്ണിന് കുളിർമയുള്ളവരായി അവരിൽ നിന്ന് നല്ലത് മാത്രമേ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരായത്ത് ഓതിക്കോ. അത് മുടങ്ങല്ലേ. അത് ഈ ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത് അമൂല്യമായ മുത്താണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തില് അത് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള ഒരു മുത്ത് തന്നെയാണ്. ഇതിപ്പോ നിങ്ങൾ ചൊല്ലാൻ ആര് ചൊല്ലിയാലും അതിന്റെ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒഴിവ് സമയം ചൊല്ലാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് ദിക്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചൊല്ലുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഒരാൾ എന്നും ഒരു ദിക്ർ ഖുർആനിന്റെ ഒരായത്ത് ദിക്റായിട്ട് പതിവാക്കിയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദിക്ർ അവർക്ക് പതിവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒന്നുകൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ ആയത്ത് വളരെ അർത്ഥവത്താണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
നിങ്ങൾ നല്ലതുപോലെ ചൊല്ലിയിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയിൽ സമാധാനം കണ്ടെത്താം, നിങ്ങളുടെ മക്കളിൽ സമാധാനം കണ്ടെത്താം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ സമാധാനം കണ്ടെത്താം. ജീവിതത്തിൽ അല്ലാഹുവേ സമാധാനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാം. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്റ് മറക്കല്ലേ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കണേ. അതുകൊണ്ട് ഈ 2 ദിക്റ് നിങ്ങൾ ചൊല്ലി ഇന്ന് തന്നെ പതിവാക്ക്. ഒന്നാമത്തെ ദിക്റ് ഇന്ന് അസറിനോ മഗ്രിബിനോ മുമ്പ് തീർക്ക്. അത് എത്ര വട്ടമാണ്? 17 പ്രാവശ്യമാണ് ഓതാനുള്ളത്. നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ഓതിയിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 17 പ്രാവശ്യമെങ്കിലും ഓതണം. ഇനി ബാക്കിയുള്ളത് 14 പ്രാവശ്യമാ. അതും കൂടെ നിങ്ങൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയൊക്കെ വിട പറഞ്ഞു പോയവരാണ്. വളരെ അർത്ഥവത്തായ, വളരെ ദുആക്കുത്തരമുള്ള, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ഈ പവിത്രമായ ദുൽഹിജ്ജയിലൂടെ കടന്നു വരുമ്പോ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് വേണ്ടി ഒരു ഫാത്തിഹയോദണം. വിട പറഞ്ഞു പോയ നിങ്ങളുടെ ഉപ്പക്ക് വേണ്ടി ഒരു ഫാത്തിഹയോദണം. വിട പറഞ്ഞു പോയ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി ഒരു ഫാത്തിഹയോദണം. ആ ഓതാനുള്ളതൊക്കെ ഏറ്റവും നല്ല മൂല്യമാണ് അല്ലേ? ഇനി 10,000 കിട്ടിയാലേ ഓതൂ എന്നുള്ള നിയമമൊന്നുമില്ല. ഓതാൻ കഴിയുന്നവർക്ക് എപ്പോഴും ഓതാം അല്ലേ? ചില ആളുകളുണ്ട് വാപ്പയുടെ ആണ്ടിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മളൊക്കെ നന്മകൾ ചെയ്യണം. എപ്പോഴും നമ്മൾ നന്മകൾ ചെയ്യണം. മഹാനായ ആശിഖുർ റസൂൽ അല്ലാമ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മഹാനുഭാവൻ ഒരു വേള പറഞ്ഞു പോവുകയാണ് തന്റെ ശിഷ്യന്മാരോട്, മക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉപ്പമാര് വിട പറഞ്ഞവരുണ്ടോ? അതേ, ഉപ്പമാര് വിട പറഞ്ഞവരുണ്ട്. എന്നാൽ ആ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളൊന്ന് ഓർക്കുമോ? ആ കൂട്ടത്തിലാണ് തന്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞത്, ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജയാണല്ലോ, വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണല്ലോ. ഞാൻ എന്റെ ഉപ്പാനെ ഓർത്തുപോയി, കരഞ്ഞു കലങ്ങി ഞാൻ ഏറെ കീനാവുകൾ, എന്നോടെ ഉപ്പാനെ കണ്ടോരു നാളുകൾ, ആരും കോതിക്കുന്ന അഴകിന്റെ ചെലവർ, എന്റെ പ്രിയ ഉപ്പ കാണാൻ കോതിച്ചവർ. തങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ ഞാനെന്നും കിടക്കുന്നതിന് മുമ്പ് എന്റെ ഉപ്പക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി കിടക്കും. ഇന്നിപ്പോ നമ്മളൊക്കെ ഫാത്തിഹ ഓതുന്നത് എന്തിനാണെന്നറിയോ? 10,000 എങ്ങനെ കിട്ടുമെന്നറിയാന് അല്ലേ? 10,000 എങ്ങനെ കിട്ടും? ചിലപ്പോ 10,000 ചോദിക്കുന്ന ആൾ പറയും, ഒരു 5 കുറഞ്ഞ കുഴപ്പമുണ്ടോ? ഇത് മൊത്തത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന കാലഘട്ടമാണ് അല്ലേ? മാറി മറിയുന്ന കാലഘട്ടമാണ്. അവസാനം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയും, ഉസ്താദേ കുഴപ്പമില്ല, ഒരു 2,000 ഞാൻ അങ്ങ് ഇട്ടുതരാം, ഓക്കെ അല്ലേ? മനുഷ്യന്മാരുടെ അവസ്ഥ ഫാത്തിഹ ഓതണം അല്ലേ? ഞാൻ അതിനല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഖത്തം ഓതിപ്പിക്കും ചില ആളുകൾ പള്ളിയിൽ ഉസ്താദിനെ കൊണ്ട് 5 ഖത്തം അല്ലേ? ഉസ്താദ് കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ഫുള്ള് ഓതി കഴിയുമ്പോൾ ഉസ്താദിന് അവസാനം കൊടുക്കണം 2. ഞാൻ ഈ പറഞ്ഞ ഉമ്മമാരോട് പറയാം, അങ്ങനെയൊക്കെ നിങ്ങൾ ഓതിപ്പിക്കുന്നെങ്കിൽ ഉസ്താദ്മാർക്ക് നല്ല പൈസ കൊടുക്കണം. നിങ്ങളുടെ വാപ്പക്ക് വേണ്ടിയല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഒരു മടി? ഈ ശിഷ്യൻ പറയാണ്, ഞാൻ എന്റെ ഉപ്പക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ ഉപ്പാന്റെ സമ്പാദ്യത്തിന്റെ ഒരല്പം എനിക്കുണ്ടായിരുന്നു. ആ സമ്പാദ്യത്തിന്റെ ഒരല്പം എടുത്തിട്ട് അവിടെ യഥാ കഴിഞ്ഞുകൂടുന്ന യതീമക്കളായ ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട അനാഥ മക്കൾക്ക് ദുൽഹിജ്ജയുടെ ഈ മഹത്വം മനസ്സിലാക്കി ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, വലക്കൽ ഹംദു യാ അല്ലാഹ്, നീ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പേര് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കൊടുത്തുപോയത് അത് വളരെ അമൂല്യമാണ്. അത് അനാഥ മക്കൾക്കാണ്, അതുകൊണ്ട് കുഴപ്പമേ ഇല്ല.
നമ്മളാണെങ്കിൽ ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വല്യമ്മയുടെയോ വല്യപ്പയുടെ ഒക്കെ ഒരു ആണ്ട് വരുമ്പോ മക്കളെല്ലാവരും ഒരുമിച്ചിരിക്കും. മക്കളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തീരുമാനിക്കുക, പിന്നെ പോത്തിറച്ചിയുടെ പൈസ എന്റെ വക, ശരി. അരി മൂത്ത മോൻ മേടിച്ചോട്ടെ, ശരി. അരി മൂത്ത മോനിക്ക്. പോത്തിന്റെ ഇറച്ചി ഞാൻ മേടിച്ചോളാം. പിന്നെ മലക്കറിയൊക്കെ അത് മറ്റാളും മേടിച്ചോളാം. ഇവരൊരു നല്ല സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ വാപ്പയുടെ പേരിലല്ലേ എന്ന് പറഞ്ഞ് ആളുകൾക്കൊരു സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാനാണ് ഈ പാവപ്പെട്ട വീട്ടുകാർ മരിച്ച വാപ്പയുടെ ഉപ്പയുടെ ആണ്ടിന്റെ ദിവസത്തിൽ ഭക്ഷണം വെച്ചു കൊടുക്കുക. എന്നാലോ ചില ആളുകൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് അതിന് ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരാണ്. ഇറച്ചിക്ക് വല്ലാത്ത കട്ടിയായിരുന്നു, കറി കുഴപ്പമില്ല, ചോറ് വെന്തുപോയി എന്ന് പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞിട്ട് പോകുന്നതിന് പകരം അവര് കാശ് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു അനാഥ മക്കൾക്ക് വേണ്ടി കൊടുത്താൽ, രോഗിയായി കിടക്കുന്നവർക്ക് വേണ്ടി കൊടുത്താൽ, ഭക്ഷണം വെച്ചു കൊടുത്ത ആളുകൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അത് ഏറ്റവും അത്യുത്തമമാണെന്ന് പഠിപ്പിക്കുന്നത് മഹാനായ സുദ്ദീഖ്-തങ്ങളാണ്. സുദ്ദീഖ്-തങ്ങള് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ സന്തോഷത്തിൽ ഒരു വീട്ടിൽ പോയി. എല്ലാം ഭയങ്കര ആള്. എന്തെന്ന് ചോദിച്ചു, പറഞ്ഞു ഇവിടെ ആണ്ട് ദിവസം നടന്നു. ആയിക്കോട്ടെ അല്ലേ, ആണ്ട് ദിവസമാണ്. സുദ്ദീഖ്-തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പാവങ്ങളുണ്ടോ? നമ്മൾ ചിന്തിക്കണം, നിങ്ങളുടെ കൂട്ടത്തില് ഏതെങ്കിലും പാവങ്ങളുണ്ടോ? ഒരൊറ്റ പാവങ്ങളില്ല. നിങ്ങൾ വിളിച്ചതാരെയാണ്? നിങ്ങളെ കുടുംബക്കാരെ മാത്രമാണ്. അതേ സമയത്ത് നിങ്ങളെപ്പോലെ ക്വാളിറ്റി ഇല്ലാത്ത ഓലമേഞ്ഞ വീട്ടിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നാടിന്റെ വീടിന്റെ പരിസരത്തുണ്ട്. അവരെ വന്ന് വിളിച്ചിട്ട് അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞോ? അവന്റെ മക്കളെ വിളിക്കാൻ കഴിഞ്ഞോ? അവന്റെ ഭാര്യയെ വിളിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇന്ന് ബാപ്പയുടെ ആണെങ്കിലും ഉമ്മയുടെ ആണെങ്കിലും അതുപോലെ വല്യമ്മന്റെ പേരിലാണെങ്കിലും അവന്റെ അതേ ക്വാളിറ്റിയുള്ള അവന്റെ കുടുംബക്കാരെ, നിസ്കാരമില്ലാത്തവരെ, നോമ്പില്ലാത്തവരെ, ഹജ്ജിന് സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉണ്ടായിട്ട് ഹജ്ജിന് പോകാത്തവരെ, ഒരു ഉംറക്ക് പോലും പോകാൻ അവിടെ നിന്ന് കഴിയുന്നില്ല. കാരണം സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ട് പോലും പോകാതിരിക്കുന്നവരെ വിളിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം ഏതെന്നറിയോ? പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കലാണ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഈ എടുക്കണ പൈസ ഏതെങ്കിലും ഉംറയ്ക്ക് പോകാൻ കഴിയാത്ത ഒരാള്, ഒരു പാവപ്പെട്ട ഒരാള്, ആ ആക്ക് വേണ്ടി ഉംറയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ കൊടുക്കാൻ അവര് പോയി ഒരു സ്റ്റെപ്പ് നടന്നാല് അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരൂലേ? അവര് പോയി ഒരു സ്റ്റെപ്പ് നടന്നാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരൂലേ? അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരൂലേ? അല്ലാഹു നിങ്ങൾക്ക് സൗഖ്യമാരിത തരൂലേ? മുഅ്മിനീങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ദുൽഹിജ്ജ ദിവസങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാ. നിങ്ങൾ എപ്പോഴും ദുആരക്കുമോ? നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തുമോ? അതുപോലെ നിങ്ങളും പരസ്പരം ദുആരക്കണം. അതൊരു വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا وقرة أعيننا ومصطفانا محمد صلى الله عليه وسلم. اللهم يسر أسيرنا وسهل أمورنا وقض حوائجنا وأد ديوننا واشف أمراضنا ونجنا من قوم الظالمين والحاسدين يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൽ ഒരുപാട് സഹോദരങ്ങൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഊരവേദനയാണ്, ഡിസ്ക് പ്രോബ്ലമാണ്, 3 മാസം റെസ്റ്റ് പറഞ്ഞ് പെട്ടെന്ന് ശിവയാകാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാ, എല്ലാ വിഷമങ്ങളെയും മാറ്റണേ അല്ലാ, എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം അല്ലാ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ വിട പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, നീ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഖബറിടങ്ങൾ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന അല്ലാഹുവേ, നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന മാലാകമാരെ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ഉള്ളൊരു സഹോദരിയുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആണ്ടാണെന്ന് അല്ലാഹുവേ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ പൊരുത്തം കൊടുക്കണം റഹ്മാനെ, ദോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ റബ്ബേ. തട്ടിക്കളയല്ലേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ്, അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.